ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് എന്നത്തെയും പോലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആടുകളെയൊക്കെ വിട്ട് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. ആരും കെട്ടിയിട്ടില്ല കേട്ടോ, ഒരാളെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ഇടിക്കുന്ന ആളെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ കേട്ടോ, ഒറ്റനാടിനെ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ പുല്ല് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം എല്ലാ ചെമ്പിലാണ്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ഓരോരുത്തരായിട്ട് കെട്ടാൻ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല, ഇങ്ങനെ ഓടി കളിക്കും കേട്ടോ. വിളവുള്ളവരെന്നെ അവർ ഓടും, തീരെ കിട്ടില്ല. വെള്ളമില്ലാത്തവർ അവിടെ അങ്ങനെ നിൽക്കും, അവരേനൊക്കെ പിടിച്ച് കെട്ടിയിടും, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ അതാ എല്ലാവർക്കും വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലിടയ്ക്ക് എല്ലാവരും കൊണ്ടുപോയി കെട്ടുന്നുണ്ട്. പിന്നെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി പുല്ലും കെട്ടി കൊടുത്ത്. പിന്നെ ഇന്ന് പുല്ലാണുള്ളത് കേട്ടോ. അവർക്ക് അങ്ങനെ ഇല തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ആടുങ്ങൾക്ക് ഞങ്ങൾ എല്ലാതും ചെറുപ്പം തൊട്ടേ അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കും. പുല്ല് കൊടുക്കും, പിന്നെ ഇലയും കൊടുക്കും. പിന്നെ ഇവിടെ ഒരു പറങ്കിയാവും കാടുണ്ട്, അപ്പോൾ അവിടുന്ന് കാട്ടല വെട്ടി കൊടുന്നിട്ട് അത് കൊടുക്കും. പിന്നെ വാഴയില വെട്ടി കൊടുക്കും. പിന്നെ അതില്ലാത്ത ദിവസം ഉണങ്ങിയ പ്ലാവിൻ്റെ ഇല ഉണ്ടാവും. ഇങ്ങനെ അടുത്ത പറമ്പിലൊക്കെ പ്ലാവിൻ്റെ വിട്ട് പോയിട്ട് പഴുത്ത ഇലയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അതൊക്കെ പറക്കി കൊടുന്നിട്ട് കൊടുക്കും. പഴുത്തത് ഉണങ്ങിയിട്ട് കിടക്കുന്നുണ്ടാവും, അതും വേനൽക്കാലത്ത് ഫുള്ളും അതാ കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇങ്ങനെ പറക്കി കൊടുന്നിട്ട് കൊടുത്ത് അങ്ങനെ എല്ലാതും കഴിക്കും ഇവിടുത്തെ ആടുങ്ങൾ കേട്ടോ. അങ്ങനെ അത് കാരണം ഞങ്ങൾക്ക് വലിയ ഭാരമായിട്ട് തോന്നലില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. അങ്ങനെ ആട്ടുംകുട്ടികളും അതാ ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിക്കും, എല്ലതും തിന്നിട്ട് ശീലിക്കും കേട്ടോ. വെള്ളം കുടിക്കാനും അത് അവർക്ക് പ്രത്യേകിച്ച് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആട്ടുംകുട്ടികൾ ആടിൻ്റെ കൂടെ നടന്നിട്ട് ഇതുപോലെ എല്ലാ ഇലയും അവരും കഴിക്കും, വെള്ളം കുടിക്കും. ഒന്നും അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഒരു 3-4 മാസം വരെ കേട്ടോ. പിന്നെ അതങ്ങനെ പുല്ല് കെട്ടി കൊടുക്കും എല്ലാവർക്കും, അപ്പോൾ വല്ലാതെ നാശമാക്കൂല, ഇങ്ങനെ തിന്നോളൂ അവർ കുറേശ്ശെ. പിന്നെ കോഴികളുടെ തീറ്റ ഇതിനോടൊപ്പം തന്നെ കഴിയും. അവർ പുല്ലൊക്കെ തിന്നുന്നല്ലോ, ഈ ആടിന് കൊടുത്തിട്ട് കൊടുക്കണ പുല്ല്. പിന്നെ വെള്ളം കട്ടിയ ചെമ്പ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ചെമ്പിലത്തെ പിണ്ണാക്കും അവിടെയൊക്കെ അങ്ങനെ കൊത്തിയിട്ട് തിന്നിട്ട് അവരുടെ വയറും നിറയും കേട്ടോ. കോഴികളത് പരിസരത്തു നിന്നൊന്നും പോവില്ല. പിന്നെ ഞാൻ വിറകെടുക്കാൻ പോകുമ്പോൾ വിറക് എടുത്തോടത്ത് ചെതലൊക്കെ കിടക്കുന്നുണ്ടാവും, അപ്പോൾ അത് തിന്നാൻ വരും. അങ്ങനെ കോഴികളും അങ്ങനെ ഇത് കൂടെ കോഴികളുടെ കാര്യങ്ങളും കഴിയും കേട്ടോ. പിന്നെ അത് അരി ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറ് വെന്തെന്ന് വേവുള്ള അരിയായിരുന്നു, അപ്പോൾ ഞാനൊന്ന് വാർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോഴൊക്കെ വാർക്കലുണ്ട്, ചിലപ്പോൾ ഊറ്റും, അങ്ങനെയാണ്. പിന്നെ ഇന്ന് കറി വെക്കാമല്ലോ കേട്ടോ, ഇന്നലത്തെ കറി തിളപ്പിക്കുകയാണ്. അപ്പോൾ അടുപ്പത്ത് ഇന്നലത്തെ കറി തിളപ്പിച്ച് പിന്നെ അടുപ്പത്ത് തന്നെ മീനും വറുത്തിട്ടാ. ഞാനൊക്കെ അടുപ്പത്ത് തന്നെ ചെയ്യണത് ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്നും ഇട്ടാ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെയ്യുമെന്നല്ല, എനിക്ക് കുറേ വിറകുണ്ട് പറമ്പിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിയണമെങ്കിൽ ഇങ്ങനെ അടുപ്പത്ത് തന്നെ ചെയ്യണം. കാരണം ഏതാനും പണികൾ തന്നെ അടുപ്പത്താണ് ചെയ്യുക. രാവിലെയാണ് കൂടുതലും ഗ്യാസുമ്മ ചെയ്യുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയിലത്തെ വെള്ളമൊക്കെ കാട്ടൽ കഴിഞ്ഞ് കൂടൊക്കെ വൃത്തിയാക്കി പിന്നെ വെള്ളമൊക്കെ കാട്ടി പുല്ലൊക്കെ കൂട്ടിൽ കൊണ്ടിട്ട് കൊടുത്ത് എല്ലാവരെയും കൂട്ടിലാക്കി. ഉച്ചയായിട്ട് 1 മണി 1:30 ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.